Hi friends, welcome back to my channel. അപ്പോൾ ഇന്നൊരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്നാക്കായും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ നമുക്ക് പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് പൊടി വാട്ടിയെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം മാറ്റി വെക്കാം. കാരണം ഇത് വെള്ളം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിക്ക് ആവശ്യമായ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടി പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരിപ്പൊടി തന്നെയാണ് കേട്ടോ. എനിക്ക് ഇത് വാട്ടിയെടുത്തപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 3 ചെറിയ ഉള്ളിയും പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വെച്ച പൊടി ഒന്ന് ചെറുതായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മൈദ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചതും പിന്നെ 1 ടീസ്പൂണ് കരിഞ്ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കട്ടിയിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതേ ഒരു കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മറ്റേ ബോളും ഇതുപോലെ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 2 വശവും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമ്മളെ പത്തിരി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഇതുപോലെ പൊരിച്ചെടുക്കുക. അപ്പം നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കറിയുടെ കൂടെയൊക്കെയും പിന്നെ ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.